ഒരു ദിവസം ലീവ് എടുക്കുമ്പോൾ ഒരുപാട് പ്ലാനുകളോടെ കേട്ടോ ഒരു ദിവസം ലീവ് എടുക്കുന്നത്. പക്ഷേ അങ്ങനെ ലീവ് എടുത്തിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റാറില്ല കേട്ടോ. ഓരോ ദിവസം നമ്മൾ ലീവ് എടുക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് പോകാറാണ് പതിവ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ മൂന്നാർ പോയിരിക്കുകയായിരുന്നു കേട്ടോ. മൂന്നാർ ദേവികുളം അവിടെ താലൂക്കിലൊരു ആവശ്യത്തിന് വേണ്ടി പോയിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ രാവിലെ ഇറങ്ങിയതാണ്. നമ്മളിവിടുന്ന് രാവിലെ ചെന്നിട്ട് 3 ബസ് മാറി കയറി ഇറങ്ങണം കേട്ടോ. 3 ബസ്സല്ല, 2 ബസ് മാറി കയറണം, പിന്നെ ഒരു ജീപ്പും വിളിക്കണം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം മൂന്നാർ ചെന്നിട്ട് ജീപ്പിനാട്ടോ നമ്മൾ പൊതുവെ ദേവികുളം പോയിട്ട് വരാറ്. കാരണം എന്താ വെച്ചാൽ അവിടുന്ന് ട്രിപ്പ് ജീപ്പാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ബസ്സൊക്കെ തീരെ കുറവാണ്. അപ്പം ആകെപ്പാട് ഈ ഒരു പോക്കിൽ ഒരു എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്ഥലങ്ങൾ ഇങ്ങനെ കാണുക എന്നുള്ളൊരു മാത്രമാണ് കേട്ടോ. പിന്നെ നമ്മൾ വൈകുന്നേരമൊക്കെ ആയി ഞാൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ഈ ചെയ്യാനായിട്ട് ഇന്ന് എനിക്കൊരു വർക്കും കൊണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് പാക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ഒരു ഉടുപ്പും അതുപോലെ തന്നെ ഒരു ചുരിദാറിൻ്റെ ടോപ്പും ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് സാരി വെട്ടി തയ്ക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പം രണ്ടും ഇങ്ങനെ ചേച്ചി അനിയത്തിമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഉടുപ്പ് അനിയത്തിക്കുള്ളതും ടോപ്പ് ചേച്ചിക്കുള്ളതുമായിരുന്നു കേട്ടോ. അപ്പം ഞാനത് പാക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഞാനൊരു സ്ക്രഞ്ചി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 പാക്കിലും ഓരോരോ സ്ക്രഞ്ചി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ക്ലിപ്പും കൂടെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കോംപ്ലിമെൻ്ററി ഗിഫ്റ്റായിട്ട്. ഞാൻ പൊതുവേ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ അധികം പ്രൊഫഷണൽ ഒന്നുമല്ല. പിന്നെ ഈ പാക്കൊക്കെ കണ്ട് തെറ്റിദ്ധരിക്കേണ്ട, ഇത് ഏതോ ഡ്രസ്സ് ഇവിടെ വാങ്ങിയിട്ട് കൊണ്ടുവന്നതിൻ്റെ ഇത് പാക്ക് ഇവിടെ കിടന്നിരുന്നതാണ് കേട്ടോ, കവറ്. അതിനകത്തൊക്കെ എടുത്ത് വെച്ചു. പിന്നെ സ്ക്രഞ്ചിയൊക്കെ എടുത്ത് വെച്ച് പാക്കേജൊക്കെ കഴിഞ്ഞപ്പോഴേക്കും രാത്രി കുറേ ടൈമായി. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.